എല്ലാവർക്കും നമസ്കാരം. വായന മനുഷ്യജീവിതത്തെ സംസ്കരിച്ച് രൂപപ്പെടുത്തുന്നതാണ്. തിരുവചന വായനയും ധ്യാനവും മനനവും ജീവിതത്തിൽ ആത്മീയ കരുത്ത് പകരുന്നതാണ്. അറിവിൻ്റെ ലോകം നമ്മിൽ വിസ്തൃതമാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് മറ്റു നല്ല ഗ്രന്ഥങ്ങളുടെ വായന. ഒരു ചിന്ത ഇങ്ങനെയാണ്: fill your mind with God's word and you will have no room for Satan lies. ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചാൽ സാത്താന്റെ ദുഷ്ടതകൾക്കും കള്ളത്തരങ്ങൾക്കും അവിടെ ഇടമുണ്ടാവുകയില്ല. തിരുവചനം ധ്യാനപൂർവം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: when you pray, God listen. When you listen, God talks. When you believe, God works. തിരുവചന ധ്യാനം ഒരു പ്രാർത്ഥനയാണ്. വചനധ്യാനമാകുന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മളെ ദൈവം കേൾക്കും. 2, അതൊരു മനനമാണ്. നമ്മൾ മനനം ചെയ്യുവാനായിട്ട് മൗനത്തിലേക്ക് ആഴുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. 3, അത് വിശ്വാസത്തിൽ ആഴപ്പെടലാണ്. തിരുവചന ധ്യാനത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു വലിയ മാറ്റം അതാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഓർക്കുക, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മളെ ദൈവം കേൾക്കും, നമുക്ക് ദൈവത്തെ കേൾക്കാം, നമ്മളിൽ ദൈവം പ്രവർത്തിക്കും. ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്: എ ബുക്ക് ഈസ് ലൈക്ക് എ ഗാർഡൻ ക്യാരിഡ് ഇൻ ദ പോക്കറ്റ്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മനോഹരമായ പൂന്തോപ്പാണ് വിശുദ്ധ വേദപുസ്തകം. വിടരുന്ന പൂക്കളും അതിൻ്റെ സുഗന്ധവും അതിൽ നിറയുന്ന തേനും അവിടെ പറന്നെത്തുന്ന കിളികളും മനോഹരമായ സംഗീതവും സമാധാനത്തിൻ്റെ മന്ദമാരുതനും ഒക്കെ നിറയുന്ന ഒരു വസന്തം. തിരുവചനത്തിൽ നിറയപ്പെടുന്ന ഒരു ജീവിതം വസന്തപൂരിതമായിരിക്കും. തകർന്ന ജീവിതവുമായി നിരാശപ്പെട്ട് കഴിയുകയാണോ? വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്തേ, മനസ്സ് സമർപ്പിച്ച് അതൊന്ന് വായിച്ചേ. നമ്മുടെ തകർന്ന ജീവിതാനുഭവങ്ങളെ അത് പുതുക്കി പണിയും. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 119 സങ്കീർത്തനം 38 വാക്യം: നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ ഉയർത്താം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. ഇത്രത്തോളം വഴി നടത്തുന്ന കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു. തിരുവചനം അടിയങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകണമേ. അടിയങ്ങളുടെ ഹൃദയത്തിലെ വെട്ടം തിരുവചനത്തിൻ്റെതാകണമേ. വചനം മനനത്തിലൂടെ കർത്താവിൻ്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളെ കേൾക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങൾക്കിടവരണമേ. തകർന്നും തരിപ്പണവുമായ ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെയും പുതുക്കലിൻ്റെ അനുഭവത്തിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.